അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 6ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീനിലെ 19ാമത്തെ പാഠം അദ്ദർസു താസിഅ അശറ ഇശ്ഫഅ തുശഫഅ, ശുപാർശ ചെയ്യുക, ശുപാർശ സ്വീകരിക്കപ്പെടും. അസ്സലാമു അലൈക്കും, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ അഫ്ളലിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരു ദിവസത്തിന് ദുനിയാവിലെ 50,000 വർഷത്തിൻ്റെ ദൈർഘ്യം. തലയുടെ ഒരു മൈൽ അകലത്തിൽ സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുന്നു. അസഹ്യമായ ദാഹം, പലരും വിയർപ്പിൽ മുങ്ങുന്നു. ജനങ്ങൾ ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ അരികിൽ ചെന്ന് പറയുന്നു, ഞങ്ങൾ കഷ്ടപ്പാടിലാണ്, ഇതിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം, അല്ലാഹു തആലയോട് ഞങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യണം, അങ്ങ് ഞങ്ങളുടെ പിതാവാണല്ലോ. അപ്പോൾ ആദം നബി അലൈഹി ഇസ്ലാം പറയും, ഞാൻ അതിനർഹനല്ല, നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ അരികിൽ പോകൂ, അവർ ഖലീലുർ റഹ്മാൻ ആകുന്നു. ജനങ്ങൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുത്ത് ചെന്ന് സങ്കടം പറയും. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറയും, ഞാൻ അതിനർഹനല്ല, നിങ്ങൾ കലീമുല്ലാഹി മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ അരികിൽ പോകൂ, അവർ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ അരികിൽ ചെന്ന് സങ്കടം ബോധിപ്പിക്കും. ഞാൻ അതിനർഹനല്ല, നിങ്ങൾ റൂഹുല്ലാഹി ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ അരികിൽ പോയി നോക്കൂ. ഈസാ നബി അലൈഹി ഇസ്ലാം പറയും, ഞാൻ അതിനർഹനല്ല, നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ പോകൂ. എല്ലാവരും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ചെന്ന് ശഫാഅത്ത് ചെയ്യാൻ അപേക്ഷിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും, ഞാൻ അതിനർഹനാണ്. എന്നിട്ട് അവിടുന്ന് അർശിന് ചുവട്ടിൽ സുജൂദ് ചെയ്യും. അപ്പോൾ അല്ലാഹു തആല പറയും, മുഹമ്മദ് നബിയെ, തല ഉയർത്തു, ചോദിക്കൂ, നൽകാം, ശഫാഅത്ത് ചെയ്യൂ, സ്വീകരിക്കാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഫാഅത്ത് ചെയ്യും. വിചാരണ ആരംഭിക്കും. സജ്ജനങ്ങൾ സ്വർഗത്തിലേക്കും ദുർജനങ്ങൾ നരകത്തിലേക്കും പോകും. ഇതാണ് അശ്ശഫാഅത്തുൽ ഉളുമ. ഉസ്താദ് പ്രസംഗം തുടർന്നു. വീണ്ടും അവിടുന്ന് സുജൂദ് ചെയ്യും. ഒരു വിഭാഗം ജനങ്ങളെ മോചിപ്പിക്കാൻ അല്ലാഹു തആല അനുമതി നൽകും. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പറഞ്ഞവരെയെല്ലാം നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതുവരെ അവിടുന്ന് ശഫാഅത്ത് ചെയ്തുകൊണ്ടേയിരിക്കും. നോക്കൂ വിശ്വാസികളെ, പരലോകത്തെ ഭയാനക നിമിഷങ്ങളിൽ പോലും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തിനെ ഓർത്താണ് സുജൂദിൽ വീഴുന്നത്. അവിടുത്തെ ശഫാഅത്ത് നമുക്ക് ലഭിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അളവറ്റ് നാം സ്നേഹിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിന്തുടരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ അമ്പിയാക്കളും ഔലിയാക്കളും പണ്ഡിതന്മാരും ശുഹദാക്കളും സ്വാലിഹീങ്ങളും ശഫാഅത്ത് ചെയ്യും. അവരെയെല്ലാം നാം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. ശഫാഅത്ത് ലഭിക്കുന്നവരിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. പ്രാർത്ഥനയോടെ ഉസ്താദ് പ്രസംഗം അവസാനിപ്പിച്ചു. അശ്ശഫാഅത ഹബ്ലന, അങ്ങ് ഞങ്ങൾക്ക് ശഫാഅത്ത് ഔദാര്യമായി നൽകണമേ. ഇനി അതിൻ്റെ അർത്ഥങ്ങളൊക്കെ അവിടെ കാണാം, അതൊക്കെ വായിച്ച് മനസ്സിലാക്കുക. ഇനി അതിൻ്റെ വർക്ക് നമുക്ക് നോക്കാം. അദ്ദർസു താസിഅ അശറ ഇശ്ഫഅ തുശഫഅ, നഖറ വനൻസഖ്. അവിടെ വായിച്ച് അതേപോലെ എഴുതി വെക്കുക, പകർത്തി എഴുതുക. അബുൽ ബഷർ ആദം അലൈഹി ഇസ്ലാം, ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം അലൈഹി ഇസ്ലാം, കലീമുല്ലാ മൂസ അലൈഹി ഇസ്ലാം, റൂഹുല്ലാ ഈസ അലൈഹി ഇസ്ലാം, ഹബീബുല്ലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി രണ്ടാമത്തെ നുജീബ്, ഉത്തരം എഴുതുക. മഹ്ശറിൻ്റെ ഭയാനകത വിവരിക്കുക. പാഠത്തിൽ നമുക്ക് കാണാം, ഒരു ദിവസത്തിന് ദുനിയാവിലെ 50,000 വർഷത്തിൻ്റെ ദൈർഘ്യം. തലയുടെ ഒരു മൈൽ അകലത്തിൽ സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുന്നു. അസഹ്യമായ ദാഹം, പലരും വിയർപ്പിൽ മുങ്ങുന്നു. ഇനി 2, ശുപാർശക്കു വേണ്ടി ജനങ്ങൾ ആരെയെല്ലാം സമീപിക്കും? ആദം നബി അലൈഹി ഇസ്ലാം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, മൂസാ നബി അലൈഹി ഇസ്ലാം, ഈസാ നബി അലൈഹി ഇസ്ലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 3. ശുപാർശക്ക് സമീപിക്കുമ്പോൾ അമ്പിയാക്കൾ എന്താണ് മറുപടി പറയുക? ഞാൻ അതിനർഹനല്ല. 4. ശുപാർശ ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറയും? ഞാൻ അതിനർഹനാണ്. 5. ശുപാർശക്ക് വേണ്ടി അല്ലാഹു തആലയോട് അപേക്ഷിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്യും? അർശിന് ചുവട്ടിൽ സുജൂദ് ചെയ്യും. 6. മഹ്ശറിൽ ആരെല്ലാം ശുപാർശ ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ അമ്പിയാക്കളും ഔലിയാക്കളും പണ്ഡിതന്മാരും ശുഹദാക്കളും സ്വാലിഹീങ്ങളും.
ഇനി മൂന്നാമത്തവർക്ക് നക്തുബുൽ ഹിവാർ, സംഭാഷണം എഴുതുക. ജനങ്ങൾ, ഞങ്ങൾ കഷ്ടത്തിലാണ്, ഞങ്ങളെ രക്ഷിക്കാൻ അങ്ങ് അള്ളാഹു താലയോട് ശഫാഅത്ത് ചെയ്യണം, അങ്ങ് ഞങ്ങളുടെ പിതാവാണല്ലോ. ആദം നബി അലൈഹി ഇസ്ലാം, ഞാൻ അതിന് അർഹനല്ല, നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ അരികിൽ പോകൂ. ജനങ്ങൾ, ഞങ്ങൾ കഷ്ടത്തിലാണ്, ഞങ്ങളെ രക്ഷിക്കാൻ അങ്ങ് അള്ളാഹു താലയോട് ശഫാഅത്ത് ചെയ്യണം, അങ്ങ് ഞങ്ങളുടെ പിതാവാണല്ലോ. ഇബ്രാഹിം അലൈഹി ഇസ്ലാം, ഞാൻ അതിന് അർഹനല്ല, നിങ്ങൾ കലീമുല്ലാഹി മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ അരികിൽ പോകൂ. ജനങ്ങൾ, ഞങ്ങൾ കഷ്ടത്തിലാണ്, ഞങ്ങളെ രക്ഷിക്കാൻ അങ്ങ് അള്ളാഹു താലയോട് ശഫാഅത്ത് ചെയ്യണം. മൂസാ അലൈഹി ഇസ്ലാം, ഞാൻ അതിന് അർഹനല്ല, നിങ്ങൾ റൂഹുല്ലാഹി ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ അരികിൽ പോയി നോക്കൂ. ജനങ്ങൾ, ഞങ്ങൾ കഷ്ടത്തിലാണ്, ഞങ്ങളെ രക്ഷിക്കാൻ അങ്ങ് അള്ളാഹു താലയോട് ശഫാഅത്ത് ചെയ്യണം. ഈസാ അലൈഹി ഇസ്ലാം, ഞാൻ അതിന് അർഹനല്ല, നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ പോകൂ. ജനങ്ങൾ, ഞങ്ങൾ കഷ്ടത്തിലാണ്, ഞങ്ങളെ രക്ഷിക്കാൻ അങ്ങ് അള്ളാഹു താലയോട് ശഫാഅത്ത് ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ അതിനർഹനാണ്. ഇനി നാലാമത്തവർക്ക് തഖ്സീസ് അഷ്ഫാഅത്തുൽ ഉളമ എന്ന വിഷയത്തിൽ കുറിപ്പ് തയ്യാറാക്കുക. പാഠത്തിൽ നമുക്ക് കാണാം അവസാന പാരഗ്രാഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഞാൻ അതിനർഹനാണ്. എന്നിട്ട് അവിടുന്ന് അർശിന് ചുവട്ടിൽ സുജൂദ് ചെയ്യും. അപ്പോൾ അള്ളാഹു താല പറയും, മുഹമ്മദ് നബിയെ തല ഉയർത്തു, ചോദിക്കൂ, നൽകാം, ഷഫാഅത്ത് ചെയ്യൂ, സ്വീകരിക്കാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷഫാഅത്ത് ചെയ്യും. വിചാരണ ആരംഭിക്കും. സജ്ജനങ്ങൾ സ്വർഗത്തിലേക്കും ദുർജനങ്ങൾ നരകത്തിലേക്കും പോകും. ഇതാണ് അഷ്ഫാഅത്തുൽ ഉളമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.